ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പുതിയൊരു വീഡിയോ ആണ്. ഇന്ന് ലോങ് വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ കാത്തു നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? കോഴി മേടിക്കാനാണ് കേട്ടോ. രാവിലെ വിളിച്ചപ്പോൾ ചിക്കൻ കഴിക്കാൻ വല്ലാത്ത പൂതി. അപ്പോൾ പിന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് വേണ്ടാന്ന് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ചിക്കൻ കടയിൽ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. രണ്ട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കുട്ടനെ കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് വയ്യാണ്ടായി. അത് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ കുട്ടനെ കയ്യിൽ കിട്ടി. ആഹാ, എന്താ ഒരു സന്തോഷം. അങ്ങനെ ചിക്കൻ കുട്ടീനെ കയ്യിലിട്ടതിന് ശേഷം പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ നെയ്ച്ചോറോ ബിരിയാണി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്തോഷമാണല്ലോ. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അരി ഒക്കെ മണത്തും എടുത്തും ഒക്കെ നോക്കുകയാണ് കേട്ടോ ഞാൻ. എനിക്ക് കൈമാ റോസ് അരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലതാണ് മേടിക്കാറ് കൂടുതലും. അങ്ങനെ പിന്നെ നമ്മുടെ നെയ്ച്ചോറാണെന്ന് ഫിക്സ് ചെയ്തു കേട്ടോ. നെയ്ച്ചോറിന് ആവശ്യമുള്ള കശുവണ്ടി, മുന്തിരി, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നോക്കി ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടി. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ചെറിയൊരു ഉണ്ണീനുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെ കണ്ടാൽ കൊഞ്ചിക്കുമല്ലോ. അങ്ങനെ കൊഞ്ചിക്കാൻ പോയതാണ് കേട്ടോ. അവൻ എൻ്റെ കൈ പിടിച്ച് വലിച്ചിട്ട് അവൻ്റെ കൈ കൊണ്ട് മാന്തും, അവൻ്റെ പല്ലുകൊണ്ട് കടിക്കുകയും ചെയ്തു. ആഹാ, എന്തൊരു സുഖം. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഞാൻ പിന്നെ ആലോചിച്ച് പോയി ഫ്രണ്ട്സ്. അയ്യോ, നല്ല നെയ്റ്റായിരുന്നു കേട്ടോ കൈ. അപ്പോൾ വലിയ കാര്യമായിട്ട് അറിഞ്ഞില്ലെങ്കിലും പിന്നെ അത് നല്ല ആഴത്തിലായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ച് വെച്ചതാണല്ലോ കൊഞ്ചിക്കാൻ പോയിട്ട്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് നിന്നില്ല. പിന്നെ നമ്മൾ പേസ്റ്റ് എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. രാവിലെ എണീച്ചാൽ പിന്നെ പല്ലേക്കണമല്ലോ, പല്ലേക്കാതെ വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെ പേസ്റ്റ് എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് പേസ്റ്റ് നോക്കുകയാണ് കേട്ടോ. ഏത് പേസ്റ്റ് എടുക്കണം? ഞങ്ങൾ കൂടുതലും കോൾഗേറ്റാണ് ഉപയോഗിക്കാറ്. അതിൽ വേറെ ഏതെങ്കിലും എടുക്കണോ എന്നൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ നെയ്ച്ചോറിന് ആവശ്യമുള്ള നെയ്യ് എടുക്കാനായിട്ട് പോയി കേട്ടോ. അങ്ങനെ ഒരു ചെറിയ നെയ്യും ഒരു ഡാൽഡയുടെ പാക്കറ്റും എടുത്തു. കാരണം നമുക്ക് അധികം ആവശ്യമില്ല. പിന്നെ മക്കൾക്ക് എന്തെങ്കിലും സ്നാക്സ് മേടിച്ചാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ബിസ്ക്കറ്റ് പഠിപ്പിച്ച് കുറച്ച് ബിസ്ക്കറ്റാണ് കൂടുതലും വീട്ടിൽ. അപ്പോൾ അത് കാരണം ഞാൻ കേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കേക്കിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. അങ്ങനെ കേക്കിന് 2 ഫ്ലേവർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിലൊരു ഒരു ഓറഞ്ച് മഞ്ഞയാണ്, അത് ഏതാണെന്ന് അറിയില്ല. അപ്പോൾ ഒരു ഓറഞ്ച് കളറുള്ളത് എടുത്തു. അങ്ങനെ ബില്ലൊക്കെ ചെയ്തു, സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ തന്നെയാണ് കവറിലൊക്കെ ആക്കുന്നത്, കാരണം അവിടെ തിരക്കായിരുന്നു. അപ്പോൾ ബില്ലിങ്ങിൽ ഉള്ളത് നമുക്ക് അറിയുന്ന ചേച്ചിയാണ്. അപ്പോൾ ഞാൻ ആക്കിക്കോളാം ചേച്ചി എന്ന് പറഞ്ഞു. എൻ്റെ കൈ കണ്ടോ ഗൈസ്, എൻ്റെ കൈ ആകെ മാന്തി പൊളിച്ചു അവൻ. എൻ്റെ ഈശ്വര, അതിനെ എന്തൊക്കെ സഹിക്കണം ഞാൻ. അതിൻ്റെ ഇടയിൽ മല്ലിയില മേടിക്കാൻ മറന്നു കേട്ടോ. അങ്ങനെ മല്ലിയിലൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചു. കുറച്ച് ചിക്കൻ എടുത്ത് വറുത്ത് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലല്ലോ. അപ്പം ഞാൻ വേഗം പോയി കുറച്ച് മസാലയൊക്കെ പുരട്ടി വേഗം കുറച്ച് ചിക്കൻ വറുത്ത് പൊരിച്ചെടുത്ത് കുറച്ച് സബോളയൊക്കെ മേലെ ഭംഗിക്ക് വെതറി. പിന്നെ സബോള കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചിക്കൻ. ആഹാ, എന്താ രസം. അങ്ങനെ അതൊക്കെ കഴിച്ച് നിർവൃതി അളഞ്ഞു. ആഹാ, ഇനി കുറച്ച് ലേറ്റാവും ഫുഡ് ആവാനായിട്ട്. കാരണം ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടാണ് സാധനങ്ങൾ മേടിക്കാൻ പോയത്. അപ്പോൾ അത് കാരണം പിന്നെ ചിക്കൻ വറുത്തതും കൂട്ടി മക്കൾക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് അതിൻ്റെ ഇടയിലായി. പിന്നെ അതിൻ്റെ ഇടയിൽ വീട്ടിലെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് നെയ്ച്ചോറായി. നമ്മുടെ നെയ്ച്ചോറാണ് കാണുന്നത് കേട്ടോ. പിന്നെ ചിക്കൻ റോസ്റ്റ് ആക്കിയിട്ടാണ് കേട്ടോ വെച്ചത്. ചിക്കൻ ചാറാക്കി വെക്കാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ അത് കാരണം ഇവിടെ ആർക്കും അങ്ങനെ കറിയാക്കി വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് ഗ്രേവിയും റോസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ വെച്ചു. നമുക്ക് നെയ്ച്ചോറിന് ആവശ്യത്തിൽ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ അടിപൊളിയായിട്ട് നല്ല വിട്ട് വിഴുങ്ങി ഗൈസ്. ഫുള്ളായിട്ട് വയറൊക്കെ തിക്ക് മുട്ടിയിട്ട് ഞാൻ ഫ്ലാറ്റായിപ്പോയി. എനിക്ക് എണിക്കാൻ പറ്റാതെ ഇരുന്ന് പോയി ഞാൻ സത്യത്തിൽ. അങ്ങനെ നമുക്കിനി അടുത്ത ചടങ്ങാണ്. ഫുഡ് ഉണ്ടാക്കിയ പിന്നെ കഴിക്കുക എന്നാണല്ലോ ധർമ്മം. അങ്ങനെ ചോറ് വിളമ്പാം എന്നുള്ള തയ്യാറെടുപ്പിലായി. കുഞ്ഞ് ഒരു കറക്റ്റ് അളവിൻ്റെ പാത്രത്തിലാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. അപ്പോൾ എടുക്കാൻ പാകത്തിന് ഞാൻ കുറച്ച് വലിയ ഒരു പാത്രത്തിൽ നെയ്ച്ചോറ് മാറ്റിയിട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു വിളമ്പണ സമയത്ത്. സംഭവം നല്ല മണവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ വിളമ്പി പിന്നെ നമുക്ക് ചിക്കൻ വിളമ്പാം എന്നുള്ള തയ്യാറെടുപ്പിലായി. അടുത്തത് ആഹാ, ചിക്കൻ്റെ അടുത്തെത്തി. ചിക്കൻ എടുത്തിട്ടും കിട്ടണില്ല കേട്ടോ. അങ്ങനെ എടുത്ത് അവസാനം കിട്ടി. ആഹാ, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. ഇത് കുറച്ച് മുന്നത്തെ വീഡിയോ ആണെങ്കിലും അതാലോചിച്ചിപ്പോൾ ഞാനിവിടെ കുതിവെള്ളം ഇറക്കുന്നു ഫ്രണ്ട്സ്. ബാക്കി ചിക്കൻ വറുത്തതാണ് കേട്ടോ. അതിൻ്റെ ബാക്കി ചിക്കൻ വറുത്തത് ഒക്കെ ഞങ്ങൾ രാവിലെ കഴിച്ച് തീർത്തു. പിന്നെ അവസാനം എല്ലാ ഫുഡായപ്പോൾ കുറച്ചൊരു 10-12 പീസേ ഉള്ളൂ ബാക്കി. അപ്പോൾ അതൊക്കെ എടുത്ത്
കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. എനിക്ക് എപ്പോഴും വീടിൻ്റെ അകത്തല്ല പുറത്തിരുന്ന് കഴിക്കാനാണ് ഇഷ്ടം. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നെയ്ച്ചോറ് ആഹാ എന്ത് ടേസ്റ്റാണെന്നറിയോ. എനിക്ക് പറഞ്ഞിട്ട് തരുന്നില്ല. കാരണം ഞാൻ എപ്പോഴും നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അത്ര പെർഫെക്റ്റായിട്ട് കിട്ടാറില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് പെർഫെക്റ്റായിട്ട് കിട്ടി കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് ഇത് വിട്ട് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് ഞാൻ. പിന്നെ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ എൻ്റെ എല്ലാ വീഡിയോസും കണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് അടിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.